ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 17-ാം അധ്യായമായ ശ്രദ്ധാത്രയ വിഭാഗ യോഗത്തിലെ 14 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 15-ാമത്തെ ശ്ലോകം നോക്കാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ച യത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. അനുദ്വേഗകരം, ഉദ്വേഗം ജനിപ്പിക്കാത്തത്, അതായത് അന്യർക്ക് മനോവേദന ഉളവാക്കാത്തതും, സത്യം സത്യവും, പ്രിയഹിതം ച പ്രിയവും ഹിതവുമായ, യത് വാക്യം തത് വാക്കുകളേതാണോ അവയും, സ്വാധ്യായ അഭ്യസനം ചെയ്യേവ വേദ അഭ്യസനവും, അതായത് ആത്മീയ പഠനവും, വാങ്മയം തപ ഉച്യതേ വാക്കുകൾ കൊണ്ടുള്ള തപസ്സു തന്നെ എന്ന് പറയുന്നു. വിവിധ തരം തപസ്സുകളെ പറ്റിയാണ് ഭഗവാൻ പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ ശ്ലോകത്തിൽ ശാരീരികമായ തപസ് എന്താണെന്നാണ് പറഞ്ഞത്. ഇത് വാക്കുകൾ കൊണ്ടുള്ള തപസ് എന്താണ് എന്ന് വിവരിക്കുന്നു. അന്യർക്ക് ഉദ്വേഗമുണ്ടാക്കാത്തത്, അന്യർക്ക് മനോവേദന ഉണ്ടാക്കാത്തതും, സത്യവും പ്രിയവും ഹിതവുമായ വാക്കുകളേതാണോ അവ, അതുപോലെ വേദ അഭ്യസനം, ആത്മീയ പഠനം, അതായത് പാരായണങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള, ഇത്തരത്തിലുള്ളവയെ വാക്കുകൾ കൊണ്ടുള്ള തപസ് എന്ന് പറയുന്നു. വാക്കുകൾ സത്യമായിരുന്നാൽ മാത്രം പോരാ, അവ അന്യന് വേദന ഉളവാക്കുന്നതാകാൻ പാടില്ല. അന്യനിൽ ഒരു ഉദ്വേഗം ഉണ്ടാകുന്ന രീതിയിലുള്ളതാകാൻ പാടില്ല. അന്യന് പ്രിയവും ഹിതവുമായ വാക്കുകളെ പറയാവൂ. ഒരുവന് ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് പരസ്യമായി വിളിച്ചു പറയുന്നത് അയാളിൽ വേദന ഉളവാക്കും. സത്യമാണെങ്കിൽ കൂടി അപ്രകാരം പറയുവാൻ പാടില്ല. അതുപോലെ സത്യമല്ലാത്തവയും പറയാൻ പാടില്ല. ഒരാളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി അസത്യമായ പ്രശംസാവചനങ്ങൾ പറയുന്നതും ശരിയല്ല. അതുകൊണ്ടാണ് പ്രിയവും ഹിതവുമായ വാക്കുകൾ. പ്രിയവുമായിരിക്കണം, അതേസമയം അയാൾക്ക് ഹിതകരമായിരിക്കണം, അയാൾക്ക് നന്മ വരുത്തുന്നതായിരിക്കണം. വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അസത്യമായ പ്രശംസാവചനങ്ങൾ പറയുന്നത് നല്ലതല്ല. സത്യം ബ്രൂയ പ്രിയം ബ്രൂയ ന ബ്രൂയാത് സത്യം അപ്രിയം എന്നാണ് വേദവാക്യം. അത് പ്രിയം മാത്രമായാൽ പോരാ, ഹിതകരവും ആയിരിക്കണം, അയാൾക്ക് നന്മ വരുത്തുന്നതായിരിക്കണം. ഒരാൾ ഏതെങ്കിലും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ പോകുന്നു എന്നറിഞ്ഞാൽ അയാൾക്ക് പ്രിയമല്ലെങ്കിൽ പോലും അയാളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുവാനും ആപത്തിൽ നിന്നും രക്ഷിക്കുവാനും കഴിയണം. അയാൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ആ പറയുന്ന സമയത്ത് പ്രിയമായിരിക്കില്ല, പക്ഷേ അയാൾക്ക് ഹിതകരമായിട്ടുള്ളതാണത്. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ തപസ് തന്നെയാണ്. അതുപോലെ അസത്യം പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇഷ്ടത്തിൽ കൂടി ആരെയും അബദ്ധത്തിൽ ചാടിക്കുകയും ചെയ്യരുത്. അത് ഒരിക്കലും അയാൾക്കും ഹിതകരമല്ല. ആ വാക്കുകൾ തപസ്സായി കണക്ക് കൂട്ടാനും പറ്റില്ല. ഇവയെല്ലാം കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, എന്നാൽ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് സംഭാഷണം. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടതാണ്. നമ്മുടെ കയ്യിൽ നിന്നും എറിഞ്ഞുവിട്ട ഒരു കല്ല് പോലെയാണ് നമ്മുടെ നാവിൽ നിന്നും വരുന്ന ഒരു വാക്ക്. അത് പുറത്തു പോയാൽ പോയി, പിന്നെ അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് വാക്കുകൾ, സംഭാഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം നമ്മൾ നടത്തുവാൻ. അത് അന്യന് ദുഃഖമുണ്ടാക്കരുത്,
അവന് പ്രിയമായിരിക്കണം, ഹിതകരമായിരിക്കണം, അതായത് അയാൾക്ക് നന്മ വരുത്തുന്നതായിരിക്കണം, ഒരിക്കലും അസത്യമാകരുത്. അതുകൊണ്ടാണ് ഈ സംഭാഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള തപസ്സാണ് എന്ന് പറയുന്നത്. അപ്പോൾ വാക്കുകളെ എങ്ങനെ തപസ്സായി മാറ്റാം എന്നാണ് ഇത് പറയുന്നത്. അതുപോലെ വേദജ്ഞാന അധ്യയനവും അധ്യാപനവും വാക് സംബന്ധമായ തപസ്സു തന്നെയാണ്. അതായത് വേദപാരായണങ്ങൾ, പുരാണ പാരായണങ്ങൾ, ആത്മീയ വിഷയങ്ങളിലുള്ള പഠനം, അത് പാരായണം ചെയ്യുകയും അല്ലെങ്കിൽ പഠിക്കുകയും ചെയ്യുക, പഠിച്ചത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, അധ്യയനവും അധ്യാപനവും, ഇതെല്ലാം വാക്കുകൾ കൊണ്ടുള്ള പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ഇതെല്ലാം വാക് സംബന്ധമായ തപസ്സു തന്നെയാണ്. ഈ പുരാണ പാരായണങ്ങളും ആധ്യാത്മ പഠനങ്ങളും ആധ്യാത്മ പഠിപ്പിക്കലും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കലും ഇതെല്ലാം വാക്കുകൾ കൊണ്ടുള്ള തപസ്സാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.